അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് സീസൺ 8 പ്രൊമോ വന്നിട്ടുണ്ട്. മൊത്തം ഒരു സാധാരണക്കാരൻ മയമാണ്. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. മൊത്തം ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ അനീഷിനെ കുത്തി പറയുന്നതാണോ എന്നൊരു ഡൗട്ട് വന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അനീഷ് നമ്മുടെ സാബു മോൻ ഹൗസിൽ വന്ന സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു സാബു മോനുമായിട്ട്. എന്തുകൊണ്ട് സെലിബ്രിറ്റീസിനെ ബിഗ് ബോസിലെടുക്കുന്നു, എന്തുകൊണ്ട് കോമണേഴ്സിനെ കൂടുതൽ എടുക്കുന്നില്ല, സാധാരണക്കാരനെ കൂടുതൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷവും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷവും അനീഷ് കോമണറല്ല, സാധാരണക്കാരനല്ല എന്നുള്ള രീതിയിലൊക്കെ ലാസ്റ്റ് ഈ വിഷയം പോയിരുന്നു. അപ്പോൾ ഇത്തവണ ഈ പുതിയ പ്രൊമോ കണ്ടപ്പോൾ സാധാരണക്കാരനെ കുറിച്ചുള്ള പ്രൊമോ കണ്ടപ്പോൾ വിചാരിച്ചു അനീഷിനെ കുത്തി പറയുന്നതാന്ന് തോന്നി. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യം തെലുങ്കിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു, ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അതായത് സാധാരണക്കാർക്ക് കൂടുതലായിട്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഇതുവഴി കിട്ടുന്നത്. അതായത് സാധാരണക്കാരെ സെലക്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്. ഇതൊരു പ്രത്യേക ഷോ പോലെ തന്നെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ ബിഗ് ബോസിലേക്ക് കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക പ്രൊസീജിയറുകളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ടാസ്ക്, ചലഞ്ചസ്, ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വോട്ടിങ്, ജഡ്ജസ് എല്ലാം ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പ്രോഗ്രാം പോലെയാണ്. കുറേ കോമണേഴ്സിനെ എടുക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ ഓരോ ചലഞ്ചസോ ടാസ്കും ഒക്കെ കൊടുത്ത് അതിനകത്തുനിന്ന് വിന്നറാകുന്നയാളെ ആണ് നമ്മൾ ബിഗ് ബോസിലോട്ട് കോമണറായിട്ട് സെലക്ട് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ മുൻപൊക്കെ നമ്മൾ കോമണേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഓരോ ഇത് വെച്ചിട്ടല്ലേ. അതായത് ഇപ്പോൾ എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ വിന്നർ, ഇപ്പം മൈജി ആണെങ്കിൽ മൈജി സ്പോൺസേഡ്, അങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കോമണേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ അതിന് പകരം പ്രത്യേകമായിട്ട് ഒരു ടാസ്ക്, ഒരു ഷോ തന്നെ നടത്തുകയാണ്. അതാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അഗ്നിപരീക്ഷ നമുക്ക് പേര് തന്നെ അറിയാലോ. അത്രയും കടുത്ത പരീക്ഷ ജയിച്ചാൽ മാത്രമേ നമുക്ക് ബിഗ് ബോസിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റൂ. ടിക്കറ്റ് ടു ഫെയിം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം. അപ്പം ബിഗ് ബോസ് തുടങ്ങാറായിട്ടില്ല. ആദ്യം നമ്മൾ ഈ പറയുന്ന കോമണേഴ്സിനെ സെലക്ട് ചെയ്ത ശേഷം ആയിരിക്കും, ഈ ഒരു പ്രോഗ്രാമിന് ശേഷമായിരിക്കും ബിഗ് ബോസ് തുടങ്ങുക.